ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയിക്കൊണ്ട് കൂൺ മസാലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു പാക്കറ്റ് കൂണാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കൂണ് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു 2-3 ചെറിയ പീസ് കറുവാപ്പട്ടയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 5-6 പിന്നെ ഒരു ചെറിയ സവോളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 10-12 ചെറിയ ഉള്ളി ഇതിലേക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ, അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും, കാശ്മീരി ചില്ലിയാണ്, മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങ നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ആ തേങ്ങ ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഇടുന്നുണ്ട്. ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടാനും അതുപോലെ കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയൊരു ബ്രൗൺ കളറാക്കി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മളുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി കരിഞ്ഞു പോകണ്ട. അപ്പം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. പക്ഷേ ഒത്തിരി ബ്രൗൺ കളറായി പോകണ്ട. അത് ഈ ഒരു കളറാകുമ്പോഴത്തേനും നമ്മൾ സ്റ്റൗ ഓഫാക്കി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ ഇരുന്ന് അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ആ സമയത്തിന് നമ്മൾ വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത്രയും ഒഴിക്കാം, 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത് ഇവിടെ. നമ്മളുടെ ആ ഉള്ളിയും പിന്നെ ആ കൂണും കൂടെ നല്ലപോലെ ഇട്ടൊന്ന് നമ്മൾ ആ എണ്ണയെ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഈ കൂണിനകത്ത് ഒന്ന് നല്ല വെള്ളം ഇറങ്ങിയായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള കൂണുണ്ടല്ലോ. ആ സമയത്തിന് നമുക്ക് നമ്മളുടെ ആ ഒരു മസാലക്കൂട്ടും അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. വെള്ളം പറ്റി വരുന്നുണ്ട്. വെള്ളം പറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ തേങ്ങയുടെ ഈ ഒരു മസാലക്കൂട്ട് ഒത്തിരി തിളയ്ക്കണ്ട. ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. കണ്ടോ? ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാൻ കടുക് വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും മറക്കരുതേ. കണ്ടോ? ഇപ്പം നമ്മളുടെ ആ ചെറിയുള്ളി തന്നെയാണ് നമ്മളിതിലേക്ക് കടുക് വറുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3-4 വറ്റൽമുളകും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് കരിവേപ്പില. ഇവിടെ ഞങ്ങൾ ഇന്നാൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഉണക്ക കരിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കരിവേപ്പില ഇല്ലായിരുന്നു. ഉണ്ടാക്കി നോക്കണേ.